നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. അവസാന വോട്ടും ഉറപ്പിക്കാൻ നിശബ്ദ പ്രചാരണവുമായി മുന്നണികൾ. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 70.91% പോളിംഗ്. VC നിയമന തർക്കത്തിൽ അനുനയ നീക്കം പാളി. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഗവർണറും സർക്കാരും. മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. സുപ്രീം കോടതി നാളെ വിഷയം പരിഗണിക്കാനിരിക്കെ താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്നും മുഖ്യമന്ത്രി എവിടെയെന്നും ഗവർണർ. നിയമനം മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന് മന്ത്രിമാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി. സൈബർ അധിക്ഷേപ കേസിൽ സന്ദീപ് വാര്യർക്ക് ആശ്വാസം. ഉടൻ അറസ്റ്റില്ലെന്ന് പ്രോസിക്യൂഷൻ. നടിയെ ആക്രമിച്ച കേസിൽ വിധിപ്പകർപ്പ് ചോർന്നുവെന്ന ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. പ്രതികൾക്കുള്ള ശിക്ഷാവിധിയിൽ വാദം മറ്റന്നാൾ. കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമോ ഇരയ്ക്കൊപ്പമോ എന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മലയാറ്റൂരിലെ 19-കാരിയുടെ കൊലപാതകം കല്ലുകൊണ്ട് തലയ്ക്കടിച്ചെന്ന് പോലീസ്. ചിത്രപ്രിയ ഡാൻസ് സുഹൃത്ത് അലൻ കസ്റ്റഡിയിൽ. തുടർ നടപടികൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രഥമ സവർക്കർ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് ശശി തരൂർ. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചതെന്ന് സമൂഹ മാധ്യമത്തിലൂടെ തരൂർ നിലപാട് അറിയിച്ചത്. പുരസ്കാരം വൈകിട്ട് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മാനിക്കാനിരിക്കെ. ഒരു മാസം നീണ്ട ആവേശ പോരാട്ടത്തിനൊടുവിൽ വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചരണത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ കൂട്ടലും കിഴിക്കലുമായി തികഞ്ഞ പ്രതീക്ഷയിലാണ് മുന്നണികൾ. പ്രമുഖ നേതാക്കളെയെല്ലാം കളത്തിലിറക്കി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിക്കാനും നിലനിർത്താനും ശക്തമായ പ്രചാരണമാണ് കോഴിക്കോട് ജില്ലയിൽ 3 മുന്നണികളും നടത്തിയത്. CPM കോർപ്പറേഷൻ തുടർഭരണം ഉറപ്പിച്ച മട്ടാണ്. ആ വിശ്വാസം ഇളക്കിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് UDFും NDAയും നടത്തിയത്. ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി. ജില്ലയിൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. 7500 പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. വിജയം ലക്ഷ്യമിട്ട് വർഗീയതയെ കൂട്ടുപിടിക്കുന്ന CPMന് സാധാരണക്കാരായ പ്രവർത്തകർ മറുപടി നൽകുമെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു. മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ CPM അണികൾ BJPക്ക് വോട്ട് ചെയ്യും. BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം CPMും കോൺഗ്രസും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDFും UDFും അപ്രസക്തമാകുമെന്നും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. SDPI എന്ന് പറഞ്ഞാൽ ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയാണ്. സ്വാഭാവികമായിട്ടും ഈ ജില്ലയിൽ DYFI നേതാവ് ബിനുവിനെ കൊലപ്പെടുത്തിയവരാണ് ഇന്ന് SDPI നയിക്കുന്നത്. എറണാകുളത്ത് SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയിട്ടുള്ളവരാണ് SDPIയുടെ നേതാക്കൾ. അപ്പോൾ ഈ SDPI നേതാക്കളോടൊപ്പം പോയി വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ആത്മാഭിമാനമുള്ള CPM പ്രവർത്തകർ അവർക്ക് വോട്ട് ചെയ്യില്ല, BJPക്ക് ചെയ്യും. ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. ഇപ്പോൾ 47 വാർഡുകളിൽ BJPയെ തോൽപ്പിക്കാൻ ഞങ്ങൾ SDPI CPMന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ എതിർക്കേണ്ടവരാരായിരുന്നു? അഭിമന്യുവിനെയും ബിനുവിനെയും ഓർമ്മയുണ്ടെങ്കിൽ മുസാഫർ അഹമ്മദ് എതിർക്കണമായിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും ഇത്തവണ UDF ഭരിക്കുമെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. അയ്യപ്പന്റെ പൊന്നുകെട്ടതിൽ ജനങ്ങൾക്കുള്ള വികാരം ശക്തമാണ്. എല്ലാവിധത്തിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഇലക്ഷൻ കമ്മീഷൻ തുടക്കം മുതൽ ശ്രമിച്ചതെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. ജില്ലയിൽ UDF ഏറെ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ പ്രാവർത്തികമാക്കുന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങളുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ അരനൂറ്റാണ്ട് കാലമായി ഞങ്ങൾ അധികാരത്തിലുള്ള ഇത്തവണ UDFിൻ്റെ മേയർ കോഴിക്കോട് സത്യപ്രതിജ്ഞ ചെയ്യും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇന്നുവരെ ഞങ്ങൾ ഭരിച്ചിട്ടില്ല. ചരിത്രത്തിലാദ്യമായി UDF
ജില്ലാ പഞ്ചായത്തിൽ ഭരണം നടത്തും. എല്ലാ അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ്റിലുള്ള ഇലക്ഷൻ കമ്മീഷൻ വെച്ചത്. പിന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം അവർക്ക് തന്നെ അറിയാം CPM-നകത്ത് പലരും മടുത്തിരിക്കുന്നു. CPM-കാർ വോട്ട് മാറ്റിച്ചിരുന്നു. ആരോഗ്യമില്ലാത്ത ആളുകളെ ഓപ്പൺ വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് UDF-ന് ആധിപത്യമുള്ള വയനാട്ടിൽ ഇക്കുറി ശക്തമായ മത്സരം. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുകയാണ് UDF-ന് മുന്നിലെ പ്രധാന വെല്ലുവിളി. തദ്ദേശ സ്ഥാപനങ്ങളിലെ നില മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഭരണവും LDF ലക്ഷ്യമിടുന്നുണ്ട്. പൂതാടി പഞ്ചായത്തിലാണ് BJP-യുടെ പ്രതീക്ഷ. വയനാട്ടിൽ നിന്നും രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. UDF-ന് ഏറെ ആധിപത്യമുള്ള വയനാടിൽ ഇക്കുറി ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ട ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണം തിരിച്ചുപിടിക്കുക എന്നൊരു ലക്ഷ്യമുയർത്തിയാണ് LDF-ന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ശക്തമായ പ്രചരണം അയച്ചുവിട്ട് BJP-യും രംഗത്തുണ്ട്. പൂതാടി അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് BJP-യുടെയും പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. 3 മുനിസിപ്പാലിറ്റികളും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളുമാണ്. തദ്ദേശ സ്ഥാപനങ്ങളും നിലവിൽ അധികാരത്തിൽ തുടരുന്നത് UDF-ആണ്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ അതോടൊപ്പം മാനന്തവാടിയിൽ വളരെ ശക്തമായ ഒരു മത്സരം LDF വച്ചു പുലർത്തുന്നുണ്ട്. ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് LDF പുലർത്തുന്നത്. അതോടൊപ്പം കഴിഞ്ഞ തവണ കൈവിട്ട ജില്ലാ പഞ്ചായത്ത് ഭരണം ഇക്കുറി ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിർത്തിക്കൊണ്ടാണ് LDF-ന്റെ പ്രചരണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പലതരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ടുള്ള UDF ശക്തമായ ഒരു തിരിച്ചുവരവ് ഇക്കുറി നടത്തിയിട്ടുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരം നടത്തി പ്രചരണ രംഗത്ത് വളരെ തരത്തിൽ മുന്നോട്ട് പോകാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 15ഓളം തദ്ദേശ സ്ഥാപനങ്ങളാണ് UDF ഭരിക്കുന്നത്. അതോടൊപ്പം 2 നഗരസഭകളിലും അതോടൊപ്പം 3 ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF-ആണ് ഭരണം നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇക്കുറി ശക്തമായ മത്സരം നടത്തി ഈ തദ്ദേശ സ്ഥാപനങ്ങളും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് UDF-ന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. LDF ആകട്ടെ കഴിഞ്ഞ തവണ കൈവിട്ട ജില്ലാ പഞ്ചായത്ത് ഭരണം അതോടൊപ്പം കൽപ്പറ്റ മാനന്തവാടി നഗരസഭാ ഭരണങ്ങൾ അതോടൊപ്പം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരുടെ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP-യും അതേപോലെ തന്നെയാണ് പൂതാടിയിലും മറ്റു തദ്ദേശ സ്ഥാപനങ്ങളും നില മെച്ചപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് BJP-യും പ്രചരണങ്ങൾ ഏതായാലും മുന്നോട്ട് പോകുന്നത്. വളരെ രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇക്കുറി രംഗത്തിറക്കിയിട്ടുണ്ട്. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ വയനാട്ടിൽ ഇക്കുറി 3 മുന്നണികൾക്കുമായി പ്രചരണത്തിന് എത്തിയിരുന്നത്. ശക്തമായ ഒരു മത്സരം നടക്കുന്ന കാലഘട്ടത്തിലൂടെ തന്നെയാണ് വയനാട്ടിൽ ഈ 3 മുന്നണികളും ശക്തമായ പ്രചരണ രംഗത്ത് നിലയുറപ്പിച്ച ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇക്കുറി ഉണ്ടായത്. ഏതായാലും ചൂരൽമല ദുരന്ത മേഖലയിൽ നിന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ CPM-ൽ ചേർന്നു. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ CPM-ൽ ചേർന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായ നസീർ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗമാണ്. ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചതായി നസീർ ആലക്കൽ വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിൽ 9 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നുവരികയാണ്. 6584 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായുള്ളത്. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം നടക്കുന്ന പടന്നക്കാട് നെഹ്റു കോളേജിൽ നിന്ന് അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണം രാവിലെ 10 മണി മുതൽ തന്നെ ആരംഭിച്ചു. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളടക്കം വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിൻ്റെ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ കണക്കുകൾ പ്രകാരം 6584 ഉദ്യോഗസ്ഥരാണ് ഈ പോളിംഗ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് സേവനങ്ങളിൽ ഏർപ്പെടുന്നത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിതരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ്. അതുപോലെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വിതരണ കേന്ദ്രം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നു. അതുപോലെ മറ്റ് വിതരണ കേന്ദ്രങ്ങൾക്ക് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിതരണ കേന്ദ്രം കുമ്പളയിലും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെത് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലുമാണ് നടന്നു വരുന്നത്. അതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ തന്നെ ഇവിടെ പടന്നക്കാട് നെഹ്റു കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞു. കാസർഗോഡ് നഗരസഭയുടെ വിതരണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ്. 6 ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും 3 മുനിസിപ്പാലിറ്റി തലത്തിലും ആകെ 9 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ തന്നെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം നടന്നു വരികയാണ്.
പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി ഈ 207 ബസ്സുകൾ, അതുപോലെ തന്നെ 111 മിനി ട്രാവലറുകൾ, 32 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നിവയടക്കം 600. ശരി, കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളും. കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്നത് ഉറപ്പാണെന്നും ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നും BJP സ്ഥാനാർത്ഥികൾ പറയുന്നു. തൃശ്ശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്കാണ്. നിശബ്ദ പ്രചരണം തകൃതിയായി നടക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ ആഘോഷങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. കലാശക്കൊട്ടിൽ തന്നെ 3 മുന്നണികളും വലിയ ശക്തി പ്രകടനമാണ് കാഴ്ചവെച്ചത്. വലിയ പ്രതീക്ഷയാണ് 3 മുന്നണികൾക്കുമുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം BJP പൂങ്കുന്നം 1-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി രഘുനാഥ് സി മേനോൻ കൂടി ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസാനഘട്ട ഇതാണ്, ഈ നിശബ്ദ പ്രചരണമാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ഒരു പ്രതീക്ഷ? വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ BJP തൃശ്ശൂർ സിറ്റി മണ്ഡലം, അതുപോലെ തന്നെ തൃശ്ശൂരിലെ മുഴുവൻ കോർപ്പറേഷനിലെ മുഴുവൻ സീറ്റുകളിലും BJP NDA സ്ഥാനാർത്ഥികൾ മുഴുവനായിട്ടും BJP പിടിച്ചെടുക്കും. കോർപ്പറേഷൻ ഭരണം BJPയിൽ എത്തിച്ചേരും എന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ മറ്റു കക്ഷികളൊക്കെ പറയുന്നത് സമാനമായിട്ടാണ്. ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ BJPക്ക് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ആത്മവിശ്വാസം? എന്താണ് BJPക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന വികസിത തൃശ്ശൂർ, അതാണ് BJPയുടെ ഗ്യാരണ്ടി. കാരണം കഴിഞ്ഞ 25 വർഷമായി ഈ കോർപ്പറേഷൻ നിലവിൽ വന്നിട്ട് യാതൊരു വികസനവും തൊട്ട് തീണ്ടാത്ത ഒരു കോർപ്പറേഷനായിട്ടാണ് ഈ കോർപ്പറേഷൻ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ തൃശ്ശൂരിൽ നമ്മുടെ ആരാധന MP സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾ തൃശ്ശൂരിൽ നടപ്പിലാക്കാനുള്ള ഒരു കാര്യപദ്ധതിയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ. ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുത്തത് നാളെ മുദ്ര ചാർത്തി ഞങ്ങൾക്ക് നാളെ അത് വോട്ടായി മാറി BJP പൂർണ്ണമായിട്ടും. ശരി, തൃശ്ശൂരിലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. കിഴക്കമ്പലത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPMഉം കോൺഗ്രസും ശ്രമിച്ചെന്ന ആരോപണവുമായി 2020 പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബ് 2020യെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷ നേതാവ് അടക്കം ഗൂഢാലോചന നടത്തിയെന്നും സാബു M ജേക്കബ് ആരോപിച്ചു. ഇരു പാർട്ടികളെയും നിയന്ത്രിക്കുന്നത് MLA PV ശ്രീനിജനാണെന്നും സാബു M ജേക്കബ്. അതേസമയം വികസനം സംബന്ധിച്ച് സാബു ജേക്കബുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് PV ശ്രീനിജൻ പ്രതികരിച്ചു. ിടെ കിഴക്കമ്പലത്തുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ആരോപണങ്ങളുമായി സാബു ജേക്കബും PV ശ്രീനിജനും രംഗത്തെത്തിയത്. കിഴക്കമ്പലത്ത് കോൺഗ്രസ് CPM പാർട്ടികളുടെ സഖ്യമാണ് 2020യെ നേരിട്ടത്. 2020യെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷ നേതാവടക്കം ഗൂഢാലോചന നടത്തിയെന്നും സാബു ജേക്കബ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ PV ശ്രീനിജൻ ഗൂഢാലോചന നടത്തി. വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ ആക്രമിക്കാൻ ബൂത്തിൽ ചാവേർ സംഘത്തെ തയ്യാറാക്കി നിർത്തിയിരുന്നുവെന്നും സാബു ജേക്കബ് ആരോപിച്ചു. 25 പാർട്ടികളുടെ ഒരു സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ 2020യോട് നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് 2020യെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ കണ്ടത്. ഏതാണ്ട് 2 മാസമായിട്ട് CPMൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ നേതൃത്വവും, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു വലിയൊരു ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. പാർട്ടിയുടെ അധ്യക്ഷൻ ഞാൻ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ചെല്ലുമ്പോൾ ആക്രമിക്കുക, അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ വ്യാപകമായിട്ട് ആളുകൾ വോട്ട് ചെയ്യാൻ ഭയപ്പെടും. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായിട്ടുള്ള വേറൊരു വലിയൊരു ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്തുകൊണ്ടോ ഭാഗ്യമെന്ന് പറയാം, ഞാൻ രാവിലെ വോട്ട് ചെയ്യാനായിട്ടിരുന്നതാണ്. ബൂത്തിലെ തിരക്ക് കാരണം അത് മാറ്റിവെച്ച് വൈകുന്നേരമായി. അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഞാൻ വോട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് എന്നെ ആക്രമിക്കാനായിട്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, അതിനു വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള മറ്റ് ബൂത്തുകളിൽ നിന്നുള്ള അവരുടെ ചാവേർ സംഘത്തിനെ തന്നെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. സാബു ജേക്കബ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കിയതായി PV ശ്രീനിജൻ പ്രതികരിച്ചു. തോൽക്കുമെന്ന തിരിച്ചറിവിലാണ് ഇത്. കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഔദ്യോഗിക രേഖകൾ ചോരുന്നുണ്ട്. പലതും കിറ്റക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മന്ത്രിതല ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും PV ശ്രീനിജൻ പറഞ്ഞു. ഇന്നലെ ഈ ശ്രീ സാബു ജേക്കബ് വോട്ട് ചെയ്ത ബൂത്തിൽ ഒഴിച്ച് മറ്റൊരു ബൂത്തിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരു അക്രമവും പോലീസിൽ ഇതുവരെ റിപ്പോർട്ടില്ല. ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സാബു ജേക്കബ് ആരാണ്? അപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് സാബു ജേക്കബാണ്. സാബു ജേക്കബും കിഴക്കമ്പലം പഞ്ചായത്ത് എന്താ ബന്ധം? ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക രേഖകൾ ഇയാളുടെ കയ്യിൽ എങ്ങനെ കിട്ടുന്നതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വികസനം സംബന്ധിച്ച് സാബു ജേക്കബുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും PV ശ്രീനിജൻ വ്യക്തമാക്കി. സാബു ജേക്കബ് പലപ്പോഴായിട്ട് കുന്നത്നാട് MLA ആയിട്ടുള്ള എന്നെ വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ ആക്രമിക്കുന്നുണ്ട്.
അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ പരസ്യമായിട്ട് ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, സാബു ജേക്കബ് എന്നോടുകൂടി പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ? വികസന പ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും നമുക്ക് ഒരേ വേദിയിലിരുന്ന് നമുക്ക് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചർച്ച ചെയ്യാം. അതല്ലേ വെല്ലുവിളി. അമൃത ന്യൂസ്, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള തർക്കം രൂക്ഷമാകുന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി രണ്ടിടത്ത് വോട്ട് ചെയ്തത് എങ്ങനെയെന്ന് CPI നേതാവ് VS സുനിൽകുമാർ ആരോപിച്ചു. ഇതോടെ ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് പുറത്തു വന്നുവെന്ന് തൃശൂർ DCC അധ്യക്ഷനും പരിഹസിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്തത് തൃശൂരിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് തിരുവനന്തപുരത്തുമായിരുന്നു. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്ന് VS സുനിൽകുമാർ. സുരേഷ് ഗോപി സ്വന്തം വോട്ടും വീട്ടുകാരുടെ വോട്ടും എല്ലാം ചേർത്തത് നിയമവിരുദ്ധമായി. ലോക്സഭയിൽ തൃശൂരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും വോട്ട് ചെയ്തത് ചട്ടവിരുദ്ധം. സ്ഥിരതാമസം തൃശൂർ എന്ന് പറഞ്ഞാണ് വോട്ട് ചേർത്തത്. വ്യാജമായി വോട്ട് ചേർത്തു എന്ന തന്റെ പരാതി ശരിവെക്കുന്നതാണ് ഇതെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ മുക്കാട്ടുകര ഡിവിഷനിൽ വോട്ട് നിലനിൽക്കെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം ഡിവിഷനിൽ വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, MP എന്ന നിലയിലും അദ്ദേഹം ഇലക്ഷൻ നിയമങ്ങളെ പരിപൂർണമായിട്ട് ലംഘിച്ചിരിക്കുകയാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണം, കേന്ദ്രമന്ത്രിയും മറുപടി പറയണം. ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തതിലൂടെ ഉരച്ചു നോക്കാതെ തന്നെ ചെമ്പ് പുറത്തു വന്നുവെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും പരിഹസിച്ചു. സുരേഷ് ഗോപിയുടെ പൊയ്മുഖം അഴിഞ്ഞു വീണു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ താൻ തൃശൂർക്കാരനാണ്, തൃശൂരിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്നും ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. തൃശൂരിൽ വോട്ടുള്ള അതേ സമയം തന്നെ തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. സാങ്കേതികത്വം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനാണോ അല്ലെങ്കിൽ ലോക്സഭയ്ക്കാണോ അതോ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണോ എന്നുള്ളത്. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഒരു വോട്ടർക്ക് 2 സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകാൻ പാടില്ല. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണം BJPയെ പ്രതിസന്ധിയിലാക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം. സർവകലാശാല VC നിയമനത്തിൽ തീരുമാനമായില്ല. സർക്കാർ ഗവർണർ കൂടിക്കാഴ്ച സമവായമാകാതെ പിരിഞ്ഞു. മുന്നോട്ട് വെച്ച പേരുകളിൽ സംസ്ഥാന സർക്കാർ ഉറച്ചുനിന്നു. ഗവർണറും നിലപാട് മാറ്റിയില്ല. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വരാത്തത് എന്ത് എന്ന് ഗവർണർ ചോദിച്ചു. ചർച്ചയിലെ തീരുമാനം സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും ചർച്ച തുടരുമെന്നും മന്ത്രി P. രാജീവ് അറിയിച്ചു. സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഉടൻ പരിഹാരം കാണാൻ സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ അനുനയ നീക്കം നടത്തിയത്. അതിന്റെ ഭാഗമായി നിയമമന്ത്രി P. രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന സർക്കാർ നിലപാട് മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. ചാൻസലർക്ക് വിയോജിപ്പുള്ള പേരൊഴിവാക്കി പട്ടികയിലെ മറ്റ് പേരുകൾ പരിഗണിക്കാമെന്നും അറിയിച്ചതായാണ് സൂചന. എന്നാൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചർച്ചയ്ക്ക് എന്ന് ഗവർണർ ചോദിച്ചു. ഡിജിറ്റൽ VC ആയി സജി ഗോപിനാഥിനെ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്ന് ഗവർണർ വിശദീകരിച്ചു. സജി ഗോപിനാഥിനോടുള്ള എതിർപ്പ് വിശദമാക്കി മുഖ്യമന്ത്രിക്ക് രേഖകളടക്കം നൽകിയിട്ടുണ്ടെന്നും പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ താൽപര്യമില്ലെന്നും ഗവർണർ അറിയിച്ചതായാണ് വിവരം. സർക്കാർ മുൻകൈയെടുത്താണ് ചർച്ച നടത്തിയതെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും ചർച്ച തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. അതിപ്പോൾ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടുകൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. VC നിയമനത്തിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് ഈ 2 സർവകലാശാലകളിലും VCമാരെ നിയമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നാളെ സുപ്രീം കോടതിയിൽ ഈ വിഷയം വരുമ്പോഴായിരിക്കും അത് വിശദീകരിക്കാൻ സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉച്ചയ്ക്ക് ശേഷം വിധി പറയും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. അതേസമയം സന്ദീപ് വാര്യർക്ക് ആശ്വാസം. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 15ലേക്ക് മാറ്റി. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ രണ്ടാം പരാതിക്കാരിയുടെ മൊഴിയിലൊക്കെ ഗുരുതര വെളിപ്പെടുത്തലുകളാണുള്ളത്. ജാമ്യാപേക്ഷയിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എത്രത്തോളം നിർണായകമാണ്?
അമ്പിളി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ജാമ്യഹർജിയിൽ വിധി പറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കേസായാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ തിങ്കളാഴ്ച വിശദമായ വാദം നടന്നിരുന്നു. ആ വാദം പൂർത്തിയായപ്പോൾ തന്നെയും ഈ രാഹുലിനെതിരെ അതിശക്തമായ തെളിവുകൾ, ഡിജിറ്റൽ രേഖ ഉൾപ്പെടെയുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതി സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ കേസ് രാഹുലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ്. മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ രാഹുൽ അപ്പോൾ തന്നെ ഹൈക്കോടതിയിലേക്ക് നീക്കം നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകും. അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഇപ്പോൾ റിപ്പോർട്ട് പോലീസ് നൽകിയിരിക്കുന്നത്. അതായത് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, അതിക്രമിച്ചു കയറുക ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ കൂടി ചുമത്തിയാണ്, കൂടുതൽ ശക്തമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും എങ്ങനെയും ഈ പ്രോസിക്യൂഷൻ ഈ മുൻകൂർ ജാമ്യം തടയുക, അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഈ മുൻകൂർ ജാമ്യത്തിന് വിധി വരുന്നതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. അതേസമയം അത് അറസ്റ്റ് തടയുക എന്ന് വാക്കാൽ പറഞ്ഞില്ലെങ്കിൽ പോലും അതുവരെ കടുത്ത നടപടി ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ സമീപിക്കുമെങ്കിലും അന്വേഷണ സംഘത്തിന് യാതൊരു തടസ്സവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തെ അന്വേഷണ സംഘത്തിനുള്ള മറ്റൊരു വെല്ലുവിളി രാഹുൽ ഇപ്പോൾ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിനുവേണ്ടി ഒരു അന്വേഷണം, നേരത്തെ തന്നെ നമുക്കറിയാം അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ചിരുന്നു, അന്വേഷണ സംഘത്തെ മാറ്റി മറ്റൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും വളരെ ശക്തമായ നിരീക്ഷണം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതേസമയം രാഹുൽ ആകട്ടെ ഒളി സങ്കേതത്തിൽ നിന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി, അതായത് അറസ്റ്റ് തടയുന്നുള്ള എല്ലാ നീക്കവും നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ രണ്ട് കേസും രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം അതിജീവിതയെ അപമാനിച്ചു എന്നതിൽ സന്ദീപ് വാര്യർക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അല്പസമയത്തിനകം തിരുവനന്തപുരം സെഷൻസ് കോടതി വിധി പറയും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫിൽ ഡിസൂസ. മലയാറ്റൂരിൽ 19-കാരിയുടെ മരണം കൊലപാതകം. ചിത്രപ്രിയയുടെ ആൺസുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചു. കൊലപാതകം മദ്യലഹരിയിലായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം. അതേസമയം ചിത്രപ്രിയയെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക് ലഭിച്ചു. വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. പോലീസിൽ പറയുന്ന പ്രാഥമിക നിഗമനങ്ങൾ എന്തൊക്കെയാണ്? അമ്പിളി, മലയാറ്റൂർ മുണ്ടങ്ങമറ്റം സ്വദേശി ചിത്രപ്രിയയുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. അതിനു പിന്നാലെ തന്നെ കുട്ടിയുടെ ആൺസുഹൃത്തായിട്ടുള്ള അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് കൊലപാതകമാണ് എന്ന കാര്യം വെളിപ്പെട്ടിരിക്കുന്നത്. മദ്യലഹരിയിൽ പെൺകുട്ടിയെ തലയ്ക്ക് കല്ലിനടിച്ച് കൊലപ്പെടുത്തി എന്ന വെളിപ്പെടുത്തലാണ് പ്രതി നടത്തിയിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. ഇതിനിടയിൽ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. ഏതായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആൺസുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇയാളോടൊപ്പം പെൺകുട്ടി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ശരി, കൊച്ചിയിൽ നിന്നും കിരൺ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. സവർക്കർ പുരസ്കാരം തള്ളി ശശി തരൂർ MP. തന്റെ അറിവോ സമ്മതത്തോടെയോ അല്ല പുരസ്കാരം പ്രഖ്യാപിച്ചതെന്നും പുരസ്കാരം സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശശി തരൂരിന്റെ ഓഫീസിലെത്തി ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നുവെന്നും വരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുവെന്ന് HRDS സ്ഥാപകനായ അജി കൃഷ്ണൻ പറഞ്ഞു. രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അവാർഡ് നിരസിക്കുന്നത്. രാജ്യ താൽപര്യത്തിനനുസരിച്ച് നിലപാടെടുക്കുന്നത് കൊണ്ടാണ് തരൂരിനെ അവാർഡിന് പരിഗണിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം നമ്മുടെ അവാർഡ് ജൂറിയുടെ ചെയർമാൻ ഡോക്ടർ രവികാന്ത് IAS ആണ്. നമ്മുടെ കണ്ണൂർ കളക്ടറായിരുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ HRDSന്റെ OSD സജി കരുണാകരനും നേരിട്ട് അദ്ദേഹത്തെ പോയി 2 ആഴ്ച മുമ്പ് കണ്ടതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ അവാർഡ് സ്വീകരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ അടുത്ത ദിവസം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അന്നൊക്കെ അദ്ദേഹം വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി പ്രഖ്യാപനത്തിന് മുമ്പ് ചോർന്നു എന്ന ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 8ാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധി ചോർന്നതായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. ഊമക്കത്തിന്റെ പകർപ്പടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പരാതി. 1ാം പ്രതി പൾസർ സുനി അടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കം
വിധി പ്രഖ്യാപിക്കും മുമ്പ് ഓമക്കത്തായി ലഭിച്ചെന്നാണ് പരാതി. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുന്ന സന്ദേശം ഡിസംബർ 2-ന് തനിക്ക് ലഭിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് സമീപനം സ്ത്രീവിരുദ്ധമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വേട്ടക്കാരനൊപ്പമാണോ ഇരയ്ക്കൊപ്പമാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. രേഖാമൂലം എതിർപ്പ് അറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അറിയിച്ചു. 17-ാം തീയതി കൊല്ലം വിജിലൻസ് കോടതി അപേക്ഷ പരിഗണിക്കും. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് ED FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഇന്ന് മൊഴിയെടുക്കില്ല. ഹൈക്കോടതിയിൽ കേസുള്ളതിനാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകണമെന്നാണ് വിശദീകരണം. മൊഴിയെടുക്കാൻ പറ്റുന്ന തീയതി പിന്നീട് അറിയിക്കാമെന്നും SIT അറിയിച്ചു. SITയോട് ഈ കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് അവർ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ അത് ഞാൻ അറിയിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതി. തന്നെയുമല്ല, ഇത്രയും പ്രമാദമായ ഒരു കേസാവുമ്പോൾ നമ്മൾ ആ കിട്ടിയ വിവരം സപ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തെ വിളിച്ച് അവർ ചോദ്യം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. കേരളത്തിൽ അങ്ങനെ വ്യവസായങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്തിനാണ് അത് മറച്ചു വെക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആന്റിക്സ് ആയിട്ട് വിറ്റിരിക്കുന്നു. 500 കോടിക്ക് അധികം വിലയുള്ള ഒന്നാണ്. ആ വിൽപ്പന നടന്ന അദ്ദേഹം പറഞ്ഞ 500 മുതൽ 1000 കോടി വരെ. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. രാഹുലിന് ആശ്വാസമായ വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായും അമ്പിളി, രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കേസിലാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ രണ്ടാമത്തെ കേസിൽ ബലാത്സംഗ കേസാണ്. ആ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പൂർണ്ണമായും വാദം കേട്ടപ്പോൾ അതിശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ. പക്ഷേ ആ പ്രോസിക്യൂഷൻ തെളിയിച്ചുവെങ്കിൽ പ്രോസിക്യൂഷന് വിശദമായി തെളിയിക്കാൻ, അതായത് രാഹുലിനെ പുറത്തുവിടുകയാണെങ്കിൽ, മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഈ അന്വേഷണത്തെ തടസ്സപ്പെടാനും സാക്ഷി ഉൾപ്പെടെയുള്ളവരെയൊക്കെ തന്നെയും ഏതെങ്കിലും രീതിയിലൊക്കെ അന്വേഷണത്തിന് തടസ്സപ്പെടാനൊക്കെ സാധ്യതയുണ്ട് എന്ന് അത് ശക്തമായി വായിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചില ഉപാധികളോടുകൂടിയാണ്, അതായത് ഈ ഏതെങ്കിലും രീതിയിൽ അന്വേഷണവുമായി തടസ്സപ്പെടുകയും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ള ഉൾപ്പെടെയുള്ള ഉപാധികൾ നൽകിയാണ്. ആ ഉപാധികളോടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഏറെ ആശ്വാസകരമാണ്. രാഹുലിന് ഇനി തടസ്സമില്ല. ആദ്യത്തെ കേസിലും രാഹുലിന്റെ 15-ാം തീയതി രാഹുലിന്റെ ഹർജി പരിഗണിക്കുന്നവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്. അങ്ങനെ വരുമ്പോൾ രാഹുലിന് ഇത് പുറത്തിറങ്ങാം സ്വതന്ത്രമായി. കാരണം അപ്പോഴും കഴിഞ്ഞവണ ഹൈക്കോടതി രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അൺഫിലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ ഇന്ന് 40,000-ത്തിലധികം ഭക്തർ ഇതുവരെ ദർശനം നടത്തി. ഇന്നലെ 90,000-ഓളം പേരാണ് ദർശനം നടത്തിയത്. ഇന്ന് പുലർച്ചെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നത്തെ പൂജാ സമയങ്ങളിലും മാറ്റമില്ല. ശബരിമലയിൽ ഇന്നലെ ഏകദേശം 90,000-ഓളം പേരാണ് ദർശനം നടത്തി മടങ്ങിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പായതിനാൽ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഇന്നലെ കൂടുതൽ ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള ഭക്തർ ഒരേ സമയം തന്നെ ശബരിമലയിൽ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം വടക്കൻ കേരളത്തിൽ നാളെയാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ദർശനം എളുപ്പം പൂർത്തിയാക്കി മടങ്ങുന്നതിനായാണ് ഇന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. തിരക്ക് കുറയും എന്നുള്ള സ്വാഭാവികമായ കണക്കുകൂട്ടലും ഉണ്ടാകും. പൊതുവെ പക്ഷേ ശബരിമലയിൽ ഈ സീസണിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്
തിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ നല്ല തിരക്കാണുള്ളത്. അതേസമയം തന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുമില്ല. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവ കൃത്യമായി തന്നെ നടപ്പിലാക്കിയതിനാൽ കൃത്യമായ ഇടവേളകളിലാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തിരക്കും സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. ഭക്തർ വന്നു പോകുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാനാകുന്നത്. സന്നിധാനത്ത് നിന്ന് എം രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബിൽ.